ദൈവ വചന ധ്യാനത്തിലേക്ക് അവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ ഉള്ള വചനങ്ങൾ. അനന്തരം പരീശന്മാർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് യേശുവുമായി തർക്കിച്ചു തുടങ്ങി. യേശു ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു അടയാളം അന്വേഷിച്ചു. അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നതും രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നതും അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടതും എല്ലാം കണ്ടുവെങ്കിലും അവരുടെ ഹൃദയം കർത്താവിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർ വീണ്ടും ചോദിക്കുന്നു, ആകാശത്ത് നിന്ന് ഒരു അടയാളം കാണിക്കണം. ഈ ചോദ്യം കേട്ടപ്പോൾ യേശു ആത്മാവിൽ ഞരങ്ങി എന്ന് വചനം പറയുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ദുഃഖമുണ്ടായിരുന്നു. മനുഷ്യൻ്റെ അവിശ്വാസം ദൈവത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇന്നും ഇതുപോലെയാണ് ആളുകൾ അടയാളങ്ങൾ അന്വേഷിക്കുന്നു. ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കൂ, അത് തെളിയിക്കൂ. ദൈവമുണ്ടെങ്കിൽ ഒരത്ഭുതം കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ ഞാൻ ദൈവത്തെ അംഗീകരിക്കാം. ഇതാണ് ഇന്നും അടയാളങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ. പരീശന്മാർക്ക് യേശു ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവുകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നിമിത്തം ലഭിച്ചതാണ്. എന്നാൽ യേശുവിനെ അംഗീകരിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ വിനയം വളരെ കുറവായിരുന്നു. കർത്താവെ, നീ ആദ്യം പ്രവർത്തിക്ക്, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. ചിലർ പറയുന്നു, ആദ്യം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാം. യേശു ആത്മാവിൽ ഞരങ്ങുകയാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുന്നു. ആ കർത്താവിനേക്കാൾ അധികം കർത്താവ് ചെയ്യുന്ന അടയാളങ്ങളെ അന്വേഷിക്കുന്ന പുരുഷാരത്തെ ഇന്നും എന്നും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദുഃഖമാണ് അവരെ ഓർത്ത്. ഇന്ന് പലരും സഭയിൽ വരുന്നത് കർത്താവിനെ തേടിയല്ല, കർത്താവിൽ നിന്നൊരനുഭവം, ഒരു സ്പർശനം, ഒരാശ്വാസം, അതിനുവേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാൻ സഹായകരമാണ്. പക്ഷേ അത്ഭുതങ്ങൾ ആകരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത് യേശുക്രിസ്തു തന്നെ ആയിരിക്കണം. ആകാശത്തു നിന്ന് അവർ ചോദിച്ചു ഒരടയാളം കാണിക്കണമെന്ന്. യേശുവിനെ കണ്ടിട്ടും അവർ അടയാളം ചോദിക്കുകയാണ്. വചനമാകുന്ന ദൈവത്തെ കണ്ടിട്ടും അവർ തെളിവ് ചോദിക്കുകയാണ്. ഇന്നും നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമുണ്ട്. എങ്കിലും ചിലർ പറയുന്നു, ഞങ്ങളെ എന്തെങ്കിലും ഒരത്ഭുതം കാണിക്കൂ, ഞങ്ങൾക്കൊരടയാളം നൽകൂ, എന്നാൽ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവം അന്വേഷിക്കുന്നത് അടയാളങ്ങൾ തേടുന്ന ഒരു തലമുറയല്ല, അത്ഭുതങ്ങളെ പിന്തുടരുന്ന ഒരു വലിയ പുരുഷാരത്തെയുമല്ല. ദൈവം അന്വേഷിക്കുന്നത് തന്നെ ആഗ്രഹിക്കുന്ന, തൻ്റെ പിന്നാലെ വ്യവസ്ഥ കൂടാതെ പിൻപറ്റുവാൻ മനസ്സുള്ള ആളുകളെയാണ്. അടയാളങ്ങൾ താൽക്കാലികമാണ്. അനുഭവങ്ങൾ അത് എപ്പോഴും ഒരുപോലെ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. എന്നാൽ അടയാളങ്ങളെക്കാൾ, അത്ഭുതങ്ങളെക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള വചനം പോലെ കർത്താവിൽ വിശ്വസിപ്പാൻ നമ്മൾക്ക് കഴിയട്ടെ. അതാണ് വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവേ,
അത്ഭുതങ്ങളെക്കാൾ അങ്ങയെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണം. അടയാളങ്ങളെക്കാൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ എന്നെ സഹായിക്കണം. വിശ്വാസത്താൽ കാണാതെ വിശ്വസിക്കുന്ന ഒരു വലിയ ഹൃദയം, വിശ്വാസം എനിക്ക് നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ദൈവ